മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മാർച്ച് 29 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC എക്സാം നടക്കാൻ പോവുകയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് കൃത്യം 10 ദിവസങ്ങൾ. എനിക്കറിയാം ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരുടെയും മനസ്സിനകത്ത് ഇപ്പോൾ തീയായിരിക്കും. അവരുടെയൊക്കെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ഈശ്വര, ഞാനൊന്നും പഠിച്ചില്ല, ഇനി ഒരുപാട് പഠിക്കാൻ കിടക്കുന്നു, സിലബസ് ആണെങ്കിൽ ഇഷ്ടം പോലെ കിടക്കുന്നു, ഞാനൊന്നും എത്തിയിട്ടില്ല, ഞാൻ പഠിച്ചതൊക്കെ ശരിയാണോ, ഞാൻ പഠിച്ചതെന്നൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, സ്പെഷ്യൽ ടോപ്പിക് ഇത്രയും മതിയോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കി ഇത്രയും മതിയോ, ഞാൻ മോക്ക് ക്വസ്റ്റ്യൻ ഒന്നും എടുത്തിട്ടില്ല, സോ ഞാൻ ഇത്രയും ദൂരം പോയി എക്സാം എഴുതിയാൽ, തിരുവനന്തപുരത്ത് മാത്രമേ എക്സാം സെന്റർ ഉള്ളൂ, ഇത്രയും ദൂരം പോയി എക്സാം എഴുതിയാൽ എനിക്കതിന്റെ ഫലം കിട്ടുമോ, എക്സാം എഴുതണോ വേണ്ടയോ, പണി കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇതിനകത്ത് ഭൂരിഭാഗം ആൾക്കാർ നിൽക്കുന്നത്. നമുക്ക് ഈ എക്സാമിന് അവസാന 10 ദിവസം കൊണ്ടൊന്ന് മിന്നിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ആയിട്ടൊരു ബ്ലൂ പ്രിന്റുമായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ആവശ്യമുള്ളത് മാത്രം നമുക്കൊന്ന് നോക്കാം, ഒന്ന് ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ്, അപ്പൊ ഇത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഈ എക്സാമിന്റെ സാധ്യതകൾ നിങ്ങളെ ഞാനൊന്ന് മനസ്സിലാക്കി തരാം. എന്തോരം സാധ്യതയാണ് ഈ എക്സാമിനുള്ളത്. ഇവിടെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കുകയാണെങ്കിൽ 15,000 പേരാണ് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തത്. 15,000 പേർ. എനിക്ക് ഉറപ്പാണ് ഈ 15,000 പേരിൽ ഒരു 5,000-ഓളം ആൾക്കാർ പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഇല്ലാതെയായിരിക്കും അപ്ലൈ ചെയ്തത്. അതായത് അവർക്കൊരു വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട് ബാക്കി ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കാണത്തില്ല. അപ്പോൾ ചിലരൊക്കെ ചിന്തിച്ച് എങ്ങനെയാണ്, ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ IT പഠിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, സോ ആ ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ബാക്കി വരുന്ന സമയത്ത് നോക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു 5,000 പേര് ഉള്ളത്. ബാക്കി 10,000 ആൾക്കാരായിരിക്കും ഒരു പ്രോപ്പർ ക്വാളിഫിക്കേഷനിൽ ഈ എക്സാമിനെ അപ്ലൈ ചെയ്തത്. അപ്പൊ അതിനകത്ത് ഈ 10,000 പേരിൽ എത്രത്തോളം ആൾക്കാർ ഇപ്പൊ പഠിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ, കഴിഞ്ഞ ഓണത്തിന് ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ ഒരു മാറ്റം ഉണ്ടായി. വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ വന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം KDRB തന്നെ അതിനൊരു ഇക്വാലൻസി കൊണ്ടുവന്നു. അതിനുശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡ് LGS പരീക്ഷ എഴുതിയ അപ്പോൾ അവിടെ താൽക്കാലികമായിട്ട് ജോലി ചെയ്തിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഹൈക്കോടതിയിൽ കൊണ്ട് പരാതി കൊടുത്തു, കേസ് കൊടുത്തു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഹൈക്കോടതി KDRBയുടെ എക്സാം നടത്താനുള്ള അധികാരത്തെ വരെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ഓർഡർ ഇറക്കി. അപ്പൊ അതിനെതിരായിട്ട് സുപ്രീം കോടതിയിലെ KDRBയും ഗവൺമെന്റ് എല്ലാം കൂടി ഹർജി നടത്തി. ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ആ കേസ് ഉണ്ടായിരുന്നു 17-ാം തീയതി, ഇന്നലെ അല്ല മെനഞ്ഞാന്ന് ആ കേസ് ഉണ്ടായിരുന്നു 17-ാം തീയതി, അതിനെ 24-ലേക്ക് മാറ്റി. അങ്ങനെ നീണ്ടു പോവുകയാണ്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ ആൾക്കാർ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ നടക്കത്തില്ല, നമുക്ക് വേറെ എന്തെങ്കിലും എക്സാം ഒക്കെ നോക്കാം, ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളായിരിക്കും. മാത്രമല്ല ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഏറ്റവും അധികം നിയമനം നടക്കുന്ന കേരള PS ഒരു നോട്ടിഫിക്കേഷൻ ആയ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾ ഇതാ വന്നത്. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ 4,000-ലധികം നിയമനങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഡിഗ്രി പ്രിലിംസ് ഒരുപാട് നോട്ടിഫിക്കേഷൻസുമായിട്ട് PSC ഏത് കൊണ്ടുവന്നു, ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം കൊണ്ടുവന്നു, കമ്പനി ബോർഡ് LGS വന്നു, VFA വന്നു, ബിവറേജ് LD വന്നു, അങ്ങനെ ഒരുപാട് എക്സാംസ് വന്നു. മെയ് 2-ന് ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കാൻ പോവുകയാണ്. സോ കുറെ ആൾക്കാർ, ഈ 10,000-ലെ കുറെ ആൾക്കാർ ഏത് എക്സാമിനെ ഫോക്കസ് ചെയ്തു പോയി? ഡിഗ്രി ലെവൽ എക്സാമിനെ ഫോക്കസ് ചെയ്തു പോയി, അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാമിനെ ഫോക്കസ് ചെയ്തു പോയി. അപ്പോൾ ഇതിനകത്ത് നിലവിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, വളരെ കുറച്ച് ആൾക്കാർ മാത്രം. ഓക്കെ, അപ്പോൾ നിലവിൽ തന്നെ 150-ലധികം വേക്കൻസികളുണ്ട്. 150-ലധികം വേക്കൻസി നിലവിലുണ്ട്. പഠിക്കുന്ന ആൾക്കാർ എത്ര പേര് മാത്രമേ കാണത്തുള്ളൂ? ഒരു 10,000 2,500 പേര് മാത്രമേ പഠിക്കുന്ന ആൾക്കാർ കാണത്തുള്ളൂ. അപ്പോൾ അവർക്കിടയിലായിരിക്കും കോമ്പറ്റീഷൻ. അപ്പോൾ എല്ലാവരുടെയും മാനസികാവസ്ഥ ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരുടെയും പുറകിലെല്ലാം ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി മനസ്സിനകത്ത് വെച്ചേക്കാം. നിങ്ങളെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുക, വേറെ ആരും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ വരുന്നില്ല. ഓക്കെ, അതായത് നമ്മളെ കൊണ്ട് ഈ 10 ദിവസം കൊണ്ട് പ്രധാന ടോപ്പിക്കുകൾ തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവരിക. ഈ 10 ദിവസം നമുക്ക് മിന്നിക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? സോ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മൊത്തം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം നമ്മൾ ചുമ്മാ കുറേ ചവറൊന്നും വാരി പോയി പഠിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ആവശ്യമുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഈ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. കാര്യം കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD നോക്കുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക് അങ്ങനെ വന്നു. ഓക്കെ മക്കളെ, മനസ്സിലാക്കാം, ഇതിനകത്ത് PSC എക്സാമിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, PSC എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട്. അവരെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വീക്ക് ആകുമെങ്കിൽ അവരെവിടെ മാത്രമേ വീക്ക് ആവത്തുള്ളൂ? സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രമേ വീക്ക് ആവത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു മേഖല മാത്രമേ ഉള്ളൂ. ഏതാണ്? സ്പെഷ്യൽ ടോപ്പിക്കാണ്. 20 ക്വസ്റ്റ്യൻസ് ആണ് കിടക്കുന്നത്. ഞാൻ അടിവരയിട്ട് പറയാം, റാങ്ക് നിർണ്ണയിക്കുന്നത് കറണ്ട് അഫേഴ്സും സ്പെഷ്യൽ ടോപ്പിക്കും ആയിരിക്കും.
റാങ്ക് നിർണ്ണയിക്കുന്ന 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഞാൻ അതിലെ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ആ ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചിട്ട് വെക്കോ, അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്ക് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്കുണ്ട്. അത് കഴിഞ്ഞ് മാത്സ് വന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ഇംഗ്ലീഷ് ആണെങ്കിലോ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. മലയാളം വന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ദെൻ IT വന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ നോക്കുക, ഇത്രയും കൂടെ ചേരുമ്പോൾ എത്ര മാർക്കായി? 60 മാർക്കാണ് ആയത്. ഓക്കെ, 60 മാർക്ക്, സോറി 60 അല്ല 50 മാർക്ക്. IT കൂടെ ചേർന്ന് വരുമ്പോഴാണ് 60 മാർക്ക് വരുന്നത്. ഇത്രയുമായപ്പോൾ എത്ര മാർക്കായി? 1 യെസ്, IT ഇവിടെ ചേർന്നായിരുന്നല്ലോ, IT നമ്മൾ ചേർത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഇത്രയുമായപ്പോൾ 60 മാർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം കറണ്ട് അഫേഴ്സ് വരുന്നത് 13 ക്വസ്റ്റ്യൻസ് 13 മാർക്കാണ്. കാര്യം കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD-ക്കകത്ത് 13 ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫേഴ്സ് വന്നത്. ഓക്കെ, അതിനുശേഷം GK എല്ലാം കൂടെ ചേർത്ത് 27 ക്വസ്റ്റ്യൻസ് 27 മാർക്ക്. എല്ലാവരും ഇപ്പോഴും വീണ് കിടക്കുന്നത് ഇവിടെയാണ്, ഈ GK-യിലാണ് എല്ലാവരും ഫോക്കസ് ആയി നിൽക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, GK ആണ് ഫുള്ള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബാക്കി കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഈ 27 മാർക്കിന് വേണ്ടി ബാക്കിയുള്ള ആ 73 മാർക്ക് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആ ഒരു മണ്ടത്തരം ആരും കാണിക്കരുത്. ഞാൻ ഈ പറയാൻ പോകുന്ന GK-യിലെ ഹോട്ട് ടോപ്പിക്സ് ഒന്ന് പഠിച്ചിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ സ്പെഷ്യൽ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ മക്കളെ, കഴിഞ്ഞ പരീക്ഷ നോക്കിയാൽ ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് അത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവിടെ ക്ഷേത്രങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അതിനൊന്ന് ഡീറ്റെയിൽ ചെയ്തിട്ടേക്കാണ്. ക്ഷേത്രങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്ത് നോക്കാം. ആ ടോപ്പിക് ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ക്ഷേത്രങ്ങൾ. ക്ഷേത്ര ഉത്സവങ്ങൾ, ഓരോ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകതകൾ. ക്ഷേത്ര ഉത്സവങ്ങൾ, ഓരോ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകതകൾ. പിന്നെ ക്ഷേത്ര കലകൾ, കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ, കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ, ക്ഷേത്ര വിശേഷണങ്ങൾ, ക്ഷേത്ര വാദ്യങ്ങൾ. ഇത്രയുമാണ് ഒരു ടോപ്പിക്ക്. ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അതിനകത്ത് സബ് ടോപ്പിക്കിലാണ് ഞാൻ ചേർത്ത് വെച്ചേക്കുന്നത്. എല്ലാം കൂടെ നോട്ട് എടുത്ത് വായിക്കാൻ നിന്നാൽ ഒരു 15 പേപ്പറിന് താഴെയുള്ള നോട്ട്, ആ 15 പേപ്പറിന് താഴെയുള്ള നോട്ട് കൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഈ ഏരിയാസ് മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതിനുശേഷം കൃതികൾ, കർത്താക്കൾ ഇമ്പോർട്ടന്റ് ആണ്. കൃതികൾ, കർത്താക്കൾ പ്രധാനമായിട്ടും പ്രാചീന കേരളത്തിലെ ഒരുപാട് കൃതികളുണ്ട്. പ്രാചീന കേരളം എന്ന് വെച്ചാൽ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പണ്ടത്തെ ഒരു 200 വർഷം മുമ്പുള്ള കുറെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളുണ്ട്. ആ കൃതികൾ എഴുതിയത് ആരെല്ലാമാണ് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ KDRBയുടെ ഫോർമേഷൻ, ഏത് ആക്ട് പ്രകാരമാണ് KDRB ഫോം ചെയ്തത്, ആ KDRBയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്, അതിന്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിനുശേഷം കേരളത്തിലാകെ 5 ദേവസ്വം ബോർഡുകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ്, പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ്. അങ്ങനെ 5 ദേവസ്വം ബോർഡുകളുണ്ട്. ഈ 5 ദേവസ്വം ബോർഡുകൾ എങ്ങനെ ഫോം ചെയ്തു, അതേപോലെ തന്നെ ഈ 5 ദേവസ്വം ബോർഡുകളുടെയും ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്, നിലവിലെ പ്രസിഡന്റ് ആരാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അവിടെ നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം പുരാണങ്ങൾ, ഉപനിഷത്തുകൾ മൊത്തം നോക്കി വെച്ചേക്കുക. പ്രധാനപ്പെട്ട പുരാണങ്ങൾ, അതിന്റെ ഉപനിഷത്തുകൾ മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, തീർക്കാൻ നമുക്ക് പറ്റും. അത് കഴിഞ്ഞ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, അവരുടെ പ്രത്യേകതകൾ, ഏത് വർഷമാണ് ഫോം ചെയ്തത്, അതേപോലെ തന്നെ അവരുടെ മുഖമാസികകൾ ഏതൊക്കെയാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നാരംഭിച്ചു, അതിന്റെ ആസ്ഥാനം എവിടെയാണ്, എന്തൊക്കെയാണ് പ്രത്യേകത, അതിന്റെ മുഖമാസികൾ ഒന്ന് നോക്കി വെച്ചേക്കാം. then അത് കഴിഞ്ഞ് അതിന്റെ ആസ്ഥാനങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് പുരാണങ്ങൾ, ഉപനിഷത്തുകൾ. നേരത്തെ എഴുതിയ സാധനം വീണ്ടും ഒന്ന് വന്നതാണ്. പുരാണങ്ങൾ, ഉപനിഷത്തുകൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് KDRB ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ പഞ്ചലോഹങ്ങളിലെ പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട വാദ്യങ്ങൾ, വാദ്യ ഉപകരണങ്ങൾ, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി വെച്ചേക്കുക. ഇത്രയും പഠിച്ചാൽ ഫുള്ള് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 15 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നവോത്ഥാനം കൂടെ ഒന്ന് ചേർത്ത് പഠിച്ചു വെച്ചേക്കുക. നവോത്ഥാനം ഒരു വൃത്തിയായിട്ട് ഒരു സാധനമാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നവോത്ഥാനം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ സംസാരിക്കാൻ പോലും എനിക്ക് ഒരു അവസരം കിട്ടിയത്, ബാക്കിയെല്ലാം ചെയ്തത്. പക്ഷെ പഠിക്കാനായിട്ട് മനസ്സിനകത്ത് നിൽക്കത്തില്ല, ആ ഒരു പ്രശ്നം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, കാര്യം മറന്നു പോകും. ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട്, അവരുടെ കൃതികളുണ്ട്, ഒരുപാട് സംഭാവനകളാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും പഠിച്ചെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഒരു റിവിഷൻ പോലെ ഓടിച്ചൊന്ന് വായിച്ചൊന്ന് വെച്ചേക്കുക. പ്രധാനപ്പെട്ട പഴയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയെടുത്താലും മതിയാവും. ആ ക്വസ്റ്റ്യൻസ് അവിടെ റിപ്പീറ്റ് ആവത്തുള്ളൂ. അതിനുവേണ്ടി ഇങ്ങനെ ഫുള്ള് ഹിസ്റ്ററി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് 10 ദിവസം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആ നവോത്ഥാനത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓടിച്ചൊന്ന് വായിച്ചു വെച്ചാൽ മതി. കാര്യം കാണാതെ എഴുതേണ്ട ആവശ്യം നമുക്ക് അവിടെ ഇല്ല.
ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നമുക്ക് അവിടെ ഓർത്തെടുക്കാനായിട്ട് പറ്റും. ഇത്രയാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഐ ടിയിലേക്ക് പോകുമ്പോൾ ഐ ടി 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കാണ് അല്ലെ. ഐ ടി വരുന്ന 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ഈ ഐ ടിക്കകത്ത് ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചേക്കാം? ഒന്ന് ഹാർഡ്വെയർ ആണ്. ഈ ഹാർഡ്വെയറിനകത്ത് ഏതൊക്കെയുണ്ട്? ഹാർഡ്വെയറിനകത്ത് ഇൻപുട്ട് ഡിവൈസസ് മൊത്തം വരും, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസ് മൊത്തം വരും, ദെൻ ഫങ്ഷണൽ യൂണിറ്റ്സ് മൊത്തം വരും. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അതിനുശേഷം നോക്കേണ്ട ടോപ്പിക്ക് നെറ്റ്വർക്കിംഗ് ആണ്. അപ്പൊ ഈ നെറ്റ്വർക്കിംഗ് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതിനകത്ത് നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ മൊത്തം ഒന്ന് നോക്കി വെച്ചേക്കാം. ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അതിനുശേഷം നോക്കേണ്ടത് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഒക്കെ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD ആണെങ്കിൽ അതിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ആണ് സോഫ്റ്റ്വെയർ എന്ന് വന്നത്. സോ സോഫ്റ്റ്വെയർ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞായിരുന്നു, നെറ്റ്വർക്കിംഗ് പറഞ്ഞായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫാദേഴ്സ് ആൻഡ് ഫൗണ്ടേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ, ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ, ഫാദർ ഓഫ് അങ്ങനെ കുറെ ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അത് ഒന്ന് ഭംഗിയായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓരോ സ്ഥാപനങ്ങളുടെ ഫൗണ്ടേഴ്സും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഫാദേഴ്സ് ആൻഡ് ഫൗണ്ടേഴ്സ് ആ ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് മെമ്മറി ഡിവൈസ്, പ്രത്യേകിച്ച് ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. മെമ്മറി ഡിവൈസ് മൊത്തം ഒന്ന് നോക്കി വെച്ചേക്കാം. ദെൻ ഓരോന്നിന്റെയും അബ്രിവേഷൻസ് മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്നതിന്റെ അബ്രിവേഷന്റെ ഫുൾ ഫോം എന്താണ് അതൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പിന്നെ അത് കഴിഞ്ഞ് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ ഹാർഡ്വെയറിനകത്ത് വരുന്നത് തന്നെയാണ്. നെറ്റ്വർക്കിംഗ്, സോഫ്റ്റ്വെയർ, ഫാദേഴ്സ്, ഫൗണ്ടേഴ്സ്, പിന്നെ അബ്രിവേഷൻസ് മൊത്തം ഒന്ന് നോക്കുക. സൈബർ ലോ ആൻഡ് സൈബർ ക്രൈമും കൂടെ ചേർത്ത് വെച്ചേക്കുക. പ്രത്യേകിച്ച് അതിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത്രയും പഠിച്ചാൽ നമുക്കൊരു 7-8 മാർക്കൊക്കെ നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് ഐ ടിയിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ്. അതിനുശേഷം നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ ടോപ്പിക്കിലെ ഹോട്ട് ഏരിയാസ് മുഴുവൻ ഞാൻ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഐ ടിയിലെ ഹോട്ട് ഏരിയാസ് മുഴുവൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കറണ്ട് അഫേഴ്സ് നോക്കുകയാണെങ്കിൽ മക്കളെ 13 മാർക്കാണ് കറണ്ട് അഫേഴ്സ് വരുന്നത്. ചില്ലറയൊന്നുമല്ല. എത്ര മാർക്ക് കിടപ്പുണ്ട്? 13 മാർക്കാണ് കറണ്ട് അഫേഴ്സ് വരുന്നത്. ഈ 13 മാർക്കിനകത്ത് ഏതൊക്കെയാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്? ഒന്ന്, സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ് മൊത്തം ഒന്ന് നോക്കുക. അതായത് ഓരോ പദവികളിലും ആരൊക്കെയാണ് ഇരിക്കുന്നത്, സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ് മൊത്തം ഒന്ന് നോക്കുക. അതേപോലെ തന്നെ സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ് മൊത്തം നോക്കുക. സംസ്ഥാനത്തും ഓരോ പൊസിഷനിലും ആരൊക്കെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ കേരള മിനിസ്ട്രി മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചിരിക്കുക. കേരള മിനിസ്ട്രി നമ്മൾ വിചാരിക്കുമ്പോൾ ഇവരൊക്കെ ഇറങ്ങാൻ പോവുകയല്ലേ, ഒന്നുമല്ല, അതൊന്നും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന പദ്ധതികളാണ്. കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, ഈ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 2-3 മാർക്ക് വരെ അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ. മസ്റ്റ് ആയിട്ടൊന്ന് പഠിച്ചോ. അതിനുശേഷം മറ്റൊന്ന് പഠിക്കേണ്ടതും കേരളം 1956 ശേഷം എന്നൊരു ടോപ്പിക്കാണ്. കേരളം 1956, അതിനകത്ത് ഏറ്റവും അധികം തവണ മുഖ്യമന്ത്രിയായത്, അങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അത് മസ്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചോ. അതിനുശേഷം മിലിറ്ററി എക്സസൈസ് ഒന്ന് നോക്കി വെച്ചോ. ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ അവിടെ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. മിലിറ്ററി എക്സസൈസ് മൊത്തം നോക്കുക. ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് മൊത്തം ഒന്ന് നോക്കി വെച്ചേക്കാം. അതേപോലെ തന്നെ ലിറ്റററി അവാർഡ്സ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചോ മക്കളെ. സാഹിത്യത്തിലെ അവാർഡുകൾ മുഴുവൻ മൊത്തം ഒന്ന് പഠിച്ചോ. കാര്യം 13 മാർക്കാണ് കിടക്കുന്ന. സാഹിത്യത്തിലെ അവാർഡ്സ് മൊത്തം ഒന്ന് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഫിലിം അവാർഡ്സ് ഇല്ലേ, ആ ഫിലിം അവാർഡ്സ് മസ്റ്റ് ആയിട്ട് നോക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്താൽ അതിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ്. ആ ഫിലിം അവാർഡ്സ് മസ്റ്റ് ആയിട്ട് ഒന്ന് നോക്കാം. അതേപോലെ തന്നെ സ്കൂൾ കലോത്സവങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്കൂൾ കലോത്സവങ്ങൾ, ആ സ്കൂൾ കലോത്സവങ്ങൾ, സ്കൂൾ ശാസ്ത്രമേള, ഇപ്പൊ കഴിഞ്ഞ ആ സ്പോർട്സ് ഇവന്റ്, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പോർട്സ് ഇവന്റ്, അതിന്റെ വേദികൾ, ആരാണ് കപ്പടിച്ചത്, ആ ടോപ്പിക് ഒക്കെ മസ്റ്റ് ആയിട്ട് നോക്കാം. പിന്നെ അതേപോലെ നമ്മളെ നെഹ്റു ട്രോഫി ബോട്ട് റേസ്, അതിന്റെയൊക്കെ വിജയികൾ ആരാണ്, റീസെന്റ് നടന്ന കറണ്ട് അഫേഴ്സ് അതൊന്ന് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. ക്രിക്കറ്റ് ഫാക്ടുകളും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. ഇപ്പൊ കഴിഞ്ഞ IPL, അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അല്ലേ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് വരുമോ എന്നൊക്കെ ചോദിച്ചാൽ KDRB ആണ്, പെട്ടെന്ന് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് നോക്കേണ്ടത് സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ് പറഞ്ഞു, പദ്ധതികൾ പറഞ്ഞു, സ്കൂൾ കലോത്സവങ്ങൾ പറഞ്ഞു, പിന്നെ VBG റാംജി ആ പേര് മാറിയത്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കി വെച്ചേക്കാം. പെൻഷൻ സ്കീംസ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചോ. പെൻഷൻ സ്കീംസ്. ഓക്കെ, അപ്പൊ പെൻഷൻ സ്കീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ കേരളത്തിലെ സാമൂഹിക പെൻഷൻ എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് തൊഴിലുറപ്പിനെ പോയാൽ ഒരു ദിവസം കിട്ടുന്ന സാലറി എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകൾ മസ്റ്റ് ആയിരുന്നു പഠിച്ചു വെച്ചോ. ആ കറണ്ട് അഫേഴ്സ് അവിടെ നിന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാം. ഇന്ത്യയിൽ ആദ്യം, കേരളത്തിൽ ആദ്യം ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ബാച്ചിൽ മൊത്തം കൊടുത്ത സാധനങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യം അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യം, അങ്ങനെ പറഞ്ഞ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മസ്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചോ. പിന്നെ ഇത്രയുമാണ് കറണ്ട് അഫേഴ്സിനകത്ത് നിങ്ങൾ നോക്കേണ്ടത്. സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും, പക്ഷെ ഇതിനൊന്ന് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുത്തോളാം. ഓക്കെ,
അടുത്ത ജി കെയിലേക്ക് വരുമ്പോൾ മക്കളെ ജി കെ സബ്ജക്ട് ഏതൊക്കെയാണ്? ഞാൻ ഈ 10 ദിവസം കൊണ്ട് ഹോട്ട് ടോപ്പിക്സ് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഇനി ഇതിന് പുറത്ത് വന്നാൽ സാറൊന്നും പറഞ്ഞില്ലല്ലോ. 10 ദിവസം കൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. സോ ജി കെ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കുകളാണ്. ഒന്ന്, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചോ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചോ. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, പിന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ. ദെൻ നീതി ആയോഗ് മസ്റ്റ് ആയിട്ടൊന്ന് പഠിച്ചോ. റിസർവ് ബാങ്ക് മസ്റ്റ് ആയിട്ടൊന്നും പഠിച്ചോ. അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളും ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതിനുശേഷം വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ആയിട്ടും പഠിക്കാം. അതേപോലെ തന്നെ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുമ്പോൾ ഓരോ രാജ്യത്ത് നിന്ന് എന്തൊക്കെയാണ് കടമെടുത്തത്, ഓരോ കമ്മിറ്റികൾ, ആ കമ്മിറ്റികളുടെ മെമ്പർമാർ, ചെയർമാൻമാർ, ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് മസ്റ്റ് ആയിട്ട് പഠിച്ചോളാം കേട്ടോ. ആ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആമുഖം, അതൊക്കെ നന്നായിട്ട് പഠിച്ചോ. ദെൻ ഭരണഘടനാ ഭേദഗതികൾ, അമെന്റ്മെന്റ്സ് നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കാം. ദെൻ ആർട്ടിക്കിൾസും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ 3 ടോപ്പിക്കുകൾ അല്ലെങ്കിൽ 4 ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ടേ പോവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വന്നിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ജി കെക്കകത്ത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, നീതി ആയോഗ്, ദെൻ റിസർവ് ബാങ്ക്, ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, പിന്നെ അതേ കണക്ക് തന്നെ ആർട്ടിക്കിൾസ്, ഭേദഗതികൾ മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതിനുശേഷം ഫോറസ്റ്റ്, കേരള ഫോറസ്റ്റ്, ഇന്ത്യൻ ഫോറസ്റ്റ് ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പോവാം. കേരളത്തിലെ നദികളും മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചിട്ടേ പോവും. കേരള ഫോറസ്റ്റ്, ഇന്ത്യൻ ഫോറസ്റ്റ്, കേരളത്തിലെ നദികൾ, പിന്നെ കേരളം അടിസ്ഥാന വിവരങ്ങൾ. സോ കേരളം അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അവിടെ നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി, കേരളത്തിൽ ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, ജനസംഖ്യ കൂടുതൽ, ജനസംഖ്യ കുറവ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. വടക്ക് തെക്ക് എന്നൊക്കെ പറഞ്ഞ് ആ ബേസിക് ഫാക്ടുകൾ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം. അതേപോലെ ഇന്ത്യയിലെ ബേസിക് ഫാക്ടുകൾ, ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾക്കകത്ത് ഇന്ത്യയുടെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഉത്തരായന രേഖ, ഇന്ത്യൻ മാനക രേഖാംശം, ഇന്ത്യയുടെ അതിർത്തികൾ, സപ്ത സഹോദരങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ബേസിക് ഉണ്ട്. വലുത് ചെറുതെല്ലാം വരുന്ന അത് ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്കും കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോവാം. അതേപോലെ കേരളത്തിലെ റോഡ്, റെയിൽ, ഒരിക്കൽ കൂടെ കേരളത്തിലെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാം, കേരളത്തിലെ റോഡ്, റെയിൽ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ മൊത്തം ഒന്ന് നോക്കിയിട്ടേ പോവാം. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ കാലാവസ്ഥ എന്നൊരു ടോപ്പിക്ക്, കേരളം ഇന്ത്യ കാലാവസ്ഥ എന്നൊരു ടോപ്പിക് കൂടെ നോക്കിയിട്ട് പോവാം. ഡേയ്സ്, തീംസ് എന്ന ടോപ്പിക്കും കൂടെ നോക്കിയിട്ട് പോവാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കകത്ത് വലിയ ടോപ്പിക് എന്ന് പറയാനായിട്ട് രണ്ട് ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ. ഇത് രണ്ടുമൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, വലിയ ടോപ്പിക്കുകളാണ്. പക്ഷെ ബാക്കിയെല്ലാം ഓടിച്ച് നമുക്ക് തീർക്കാൻ പറ്റുന്ന, നമ്മുടെ മനസ്സിനകത്ത് സെറ്റാക്കാൻ പറ്റുന്ന ടോപ്പിക്ക് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്തു. ജി കെയുടെ പുറത്ത് ഒരുപാട് സമയം ഇരിക്കരുത്. ഓക്കെ, കാര്യം ജി കെ 27 മാർക്ക് മാത്രമേ ജി കെ എന്ത് ചെയ്യുന്നുള്ളൂ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുള്ളൂ. അവിടെ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ മൊത്തം നിങ്ങൾ പഠിച്ചു. മാത്സിലാകെ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ മാത്സിനകത്തുള്ളൂ. ആ മാത്സിലെ ടോപ്പിക്കുകൾ മൊത്തം നോക്കി. അതേപോലെ മലയാളം നോക്കുകയാണെങ്കിൽ മലയാളം 10 മാർക്ക് വൊക്കാബുലറി ഏരിയ മാത്രമേ വരുന്നുള്ളൂ. അത് മസ്റ്റായിട്ട് നോക്കി. ആത്മകഥകൾ, അപരനാമങ്ങൾ, തൂലികാനാമങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ടേ പോവാം. അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ IT, ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ മസ്റ്റായിട്ടും എൻഷുർ ചെയ്യുക. ഇംഗ്ലീഷ് നമുക്ക് ഇന്ന ടോപ്പിക്ക് പഠിച്ചിട്ട് പോകണമെന്ന് പറയാനൊന്നുമില്ല. എവിടെ നിന്ന് വേണം ക്വസ്റ്റ്യൻസ് വരാം. എനിക്കറിയാം ഇംഗ്ലീഷ് ഒരു PSC പഠിക്കുന്ന കുട്ടിക്ക് ഇംഗ്ലീഷ് അവന് പച്ചവെള്ളം പോലെ അവന് എളുപ്പമായിരിക്കും, ഈസി ആയിട്ട് അവനെ കിട്ടും. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊന്ന് നോക്കിയിട്ട് പോവുക. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ 10 ദിവസം കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ മക്കളെ കത്തിച്ചോടാം. നിങ്ങളുടെ സാധ്യത വലുതാണ്. ആകെപ്പാടെ ഒരു 10,000-2,500 പേര് മാത്രമേ നന്നായിട്ട് പഠിക്കത്തുള്ളൂ. മാത്രമല്ല ഈ എക്സാമിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. എന്താ പ്രത്യേകത? തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ എക്സാം സെന്റർ വരുന്നുള്ളൂ. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലെയും കുട്ടികൾ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു. എക്സാം സെന്റർ ഇവിടെ മാത്രമേ ഉള്ളൂ, തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കേ, ഇത്രയും കാശ് മേടിച്ചിട്ട് 500 രൂപ മേടിച്ചിട്ട് തിരുവനന്തപുരത്ത് മാത്രമേ ഇവർ സെന്റർ ഇട്ടുള്ളൂ. ഒരു കാസർഗോഡുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ കണ്ണൂരുള്ള ഒരു കുട്ടി തിരുവനന്തപുരം വരെ വരണമെങ്കിൽ അവൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം സ്റ്റേയും കൂടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ 10,000-3,000 രൂപ ചെലവാണ്. ഇത്രയും കാശ് മുടക്കിയാണ് ഒരു കുട്ടി വരുന്നത്. അതേസമയം വടക്കൻ കേരളത്തിലും കൂടെ ഒരു എക്സാം സെന്റർ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കുട്ടികൾക്ക് അവിടെ ഒരു ഉപകാരപ്പെട്ടനെ. KDRB ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയൊരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഈ 10 ദിവസം നിങ്ങൾ നന്നായിട്ട് അത് യൂസ് ചെയ്തോ. മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തോ. അതായത് 13 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡൊമൈനിൽ അവൈലബിൾ ആണ്. ആ 13 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോടാം. സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനലിൽ ആ 13 ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതിന്റെ ആൻസർ കീ നമ്മൾ ഇട്ടേക്കാം. അപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, എന്നിട്ട് നന്നായിട്ട്
കത്തിച്ച് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കോടാം. ഇനി ലാസ്റ്റ് ദിവസം നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ട് ഒരു റിവിഷൻ വേണം, അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ട്, ഒരു ടെസ്റ്റ് പാക്ക് വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഫറൊക്കെ അവൈലബിൾ ആണ്. ഒരു 1300-400 ആ റേഞ്ച് ഒക്കെ മാത്രമേ ആവത്തുള്ളൂ. മാത്രമല്ല ഒരു ടെസ്റ്റ് പാക്കും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടെസ്റ്റ് പാക്ക് സെപ്പറേറ്റ് മേടിക്കാനായിട്ട് 250 രൂപ മാത്രമേ ആവത്തുള്ളൂ. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവസാന നിമിഷം നിങ്ങൾക്ക് ഒരു പക്ക റിവിഷനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിനെല്ലാം നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ആവും. മാക്സിമം നന്നായിട്ട് അത് യൂസ് ചെയ്തോ, അടിപൊളിയായിട്ട് പഠിച്ചോ, 10 ദിവസം കത്തിച്ചോ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാ. നന്നായിട്ട് പഠിച്ചോ. ഓൾ ദി ബെസ്റ്റ്.